ദേ കോൾ ഹിം മോജി. ഈ ടൈറ്റിൽ ശരിക്കും കൊടുക്കേണ്ടത് ഇതിന്റെ മ്യൂസിക് ഡയറക്ടറായ തമനാണ്. ഈ പടത്തിന്റെ ഡയറക്ടറും അതുപോലെ മ്യൂസിക് ഡയറക്ടറും ചത്ത് കിടന്ന് പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ നാലിലൊന്ന് പ്രകടിപ്പിക്കാൻ ഇതിനകത്ത് അഭിനയിച്ച ആ മരക്കോന്തനെ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയണം. ഈ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സുജീത്, നമ്മുടെ സാഹോ, പ്രഭാസനെ വെച്ച് സാഹോ എടുത്ത ഡയറക്ടറാണ്. ഈ സാഹോയുടെ സെയിം യൂണിവേഴ്സിലാണ് ഈ പടവും വരുന്നത്. ദേ കോൾ ഹിം മോജി. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ പവൻ കല്യാണും അതുപോലെ നായികയായിട്ട് വരുന്നത് പ്രിയങ്ക മോഹൻ, പിന്നെ വില്ലനായിട്ട് വരുന്നത് ഇമ്രാൻ ഹാഷ്മി, നമ്മുടെ അർജുൻ ദാസ് ഉണ്ട്, പ്രകാശ് രാജ് ഉണ്ട്, ഇങ്ങനെ കുറച്ച് പേരുകളുണ്ട്. പിന്നെ നമ്മുടെ സുദേവ് നായർ പുള്ളിയുണ്ട്. ഒരു മെയിൻ വില്ലനാണ് പുള്ളി. ഈ പടം കണ്ടിട്ട് എന്തായാലും ട്രോളാനുള്ള കുറച്ച് വകുപ്പ് കിട്ടൂലോ എന്ന് ഓർത്തോണ്ടിരുന്ന് കാണാൻ തുടങ്ങിയതാണ്. പക്ഷെ ഇതിനകത്ത് തമനും ഇതിന്റെ ഡയറക്ടറും നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. ഈ പടത്തിലെ എല്ലാം ഓജിയാണ്. ടൈറ്റിൽ കാർഡ് ഓജി, മ്യൂസിക് ഓജി, ഡയറക്ടർ ഓജി, അഭിനയിച്ച വില്ലൻ ഓജി, എല്ലാം ഓജി. ഒരാൾ ഒഴിച്ച് മാത്രം, അതായത് നമ്മുടെ പവൻ കല്യാൺ സാർ. പുള്ളി മാത്രം ഇതിനകത്ത് എന്താ കാണിച്ചു വെച്ചേക്കണം ഒരു പിടുത്തമില്ല. കാര്യം പറഞ്ഞ പുള്ളീനെയാണ് ദേ കോൾ ഹിം ഓജി എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഓജി എന്നുള്ള പേര് മാറ്റി വേറെ വല്ലതും വിളിക്കേണ്ട വരും പുള്ളീനെ. തമിഴിനകത്തൊന്നും പറയാനില്ല. പടം തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ ഒരേ പെരുപ്പിക്കില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചുമ്മാ അങ്ങോട്ട് രോമാഞ്ചം, രോമൊക്കെ ചുമ്മാ എണീറ്റിക്കും. അമ്മാതിരി സാധനം. അതുപോലെ തന്നെയാണ് ഡയറക്ടറും ചത്ത് കിടന്ന് പണിയെടുത്തിട്ടുണ്ട്. കത്തിക്ക് കുത്തിയാൽ പോലും മുഖത്ത് എക്സ്പ്രഷൻ വരാത്ത ഒരുത്തിനെ പിടിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നിരുത്തിയിട്ട് അവനെ ഒരു ട്രോൾ വസ്തു ആക്കാതിരിക്കാൻ ആ ഡയറക്ടർ മാക്സിമം പണിയെടുത്തിട്ടുണ്ട്. അങ്ങേര് പറ്റാവുന്ന രീതിയിലൊക്കെ ഇയാൾക്ക് നല്ലൊരു മാസ് സീൻസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ചില സീൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീപ്പൊരി സീൻസ്. പക്ഷെ ഇങ്ങേരെ കൊണ്ട് ആ സീൻസ് ഒന്നും പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പുള്ളി എന്തോ ചുമ്മാ വന്ന് നിൽക്കുക. ഇത് എന്തോ പുള്ളിനെ അവിടെ ചുമ്മാ എന്തോ പ്രതിമ കണക്കിന് അവിടെ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇത് മുഖത്ത് നമുക്കൊരു ഇത് തോന്നണ്ടേ? ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ രജനീകാന്ത്, സൂര്യ, വിജയ്, അജിത്ത് ഇവരെയൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത്. ഇത് അവരൊക്കെ വന്നിരുന്ന ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടെങ്കിൽ അവരൊക്കെ ആ സീൻസിന് ഏത് ലെവലിലായിട്ട് എലവേറ്റ് ചെയ്യും. ഇത് ഇങ്ങനെ ചുമ്മാ ചത്ത ശവം ഒന്നുമില്ല. ചില സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് മാസ സീൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ മ്യൂസിക്കിൻ്റെ ബലത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. അതുപോലെ അത് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി, ഇയാളുടെ സെക്കൻഡ് ഫേസ് ഓഫ് കാര്യങ്ങളൊക്കെ, ക്ലൈമാക്സ്, ഇതൊക്കെ നല്ല രീതിക്ക് നല്ല കിടിലൻ രീതിയിൽ നല്ല സ്കെയിലിൽ എടുത്തു വെച്ചേക്കുന്ന സീൻസാണ്. പക്ഷേ ഇങ്ങനെയുടെ മുഖം കണ്ടു കഴിഞ്ഞ് അവിടെ തീർന്നു. ഒരു പോലീസ് സ്റ്റേഷനിലെ സീനൊക്കെ ഉണ്ട്. അതിൽ ഈ പവൻ കല്യാണക്കാരും നന്നായിട്ട് ആ പോലീസുകാരനെ അഭിനയിച്ചിട്ടുണ്ടെന്ന് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലത്തെ സാധനമാണ്. പുള്ളിനെ കൊണ്ടൊന്നും പറ്റില്ല ഈ റോള് ചെയ്യാൻ. പിന്നെ ആസ് യൂഷ്വൽ തെലുങ്ക് പടം തന്നെ. പ്രത്യേകിച്ച് കഥയോ അല്ലെങ്കിൽ തിരക്കഥയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഒരു മാസ് മസാല പടം. അത്യാവശ്യം മാസ് പടം കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ പടം ഇരുന്ന് കാണാം, അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടുകൊണ്ട് ഈ പടം കണ്ടാൽ മതി. കുറച്ച് ഇടിയും കാര്യങ്ങളും മ്യൂസിക്കും അതുപോലെ ഒരു ഗൂസ് ബംസ് മൊമെന്റ്സും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടി മാത്രം ഇരുന്ന് കാണുക. പിന്നെ നമ്മുടെ ഇമ്രാൻ ഹാഷ്മി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വില്ലൻ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്നും തന്നെ പറയാനില്ല. പിന്നെ പ്രിയങ്ക മോഹൻ കാര്യമൊന്നുമില്ല, വെറുതെ ഒരു റോള്, അത്രേ ഉള്ളൂ. പിന്നെ അർജുൻ ദാസും ഉണ്ട്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല, പുള്ളി ഉണ്ട്, അത്ര തന്നെ. പ്രകാശ് രാജും അതുപോലെയൊക്കെ തന്നെ. ആകെ മൊത്തം റോളുള്ളത് ഇങ്ങേർക്കാണ്. ഇങ്ങേരാണെങ്കിൽ ചുമ്മാ ചത്ത ശവം പോലെ അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല. ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ പുള്ളിക്ക് അതിനുള്ള കഴിവില്ല. ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ഡയറക്ടർ മാക്സിമം പുള്ളിയുടെ കഴിവ് പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുദേവ് നായരും വില്ലനായിട്ട് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളിയും ചെയ്തിട്ടുണ്ട്. പടത്തിനകത്ത് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തേക്കണവരൊന്നും മോശമല്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. തമന്റെ കേസ് എടുത്തു പറയേണ്ടതാണ്. ഡാക്കു മഹാരാജന് ശേഷം അറിഞ്ഞ് ചെയ്തൊരു പടമാണ്. പടം തുടങ്ങുമ്പോൾ തൊട്ട് ടൈറ്റിൽ കാർഡ് തൊട്ട് അവസാനം വരെ നല്ല കിഡിലൻ സ്കോറാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ സ്കോർ കേൾക്കാൻ വേണ്ടി മാത്രം ഈ പടം ഒരു തവണ ഇരുന്ന് കാണാം. അത്രയും കിഡിലൻ സ്കോറിംഗ് ആണ് പുള്ളിയുടെ. അതിനനുസരിച്ചുള്ള സീൻസും ഡയറക്ടർ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു വർക്ക് കാണാൻ വേണ്ടി നമുക്ക് ഈ പടം ഇരുന്ന് കാണാം. അതിനകത്ത് അഭിനയിച്ചേക്കണവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ ഒരു സംഭവം കാണാൻ വേണ്ടി കുറച്ച് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിലെ ബിൽഡപ്പ് പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ പിന്നെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നുണ്ട്. ഒരു നോർമൽ തെലുങ്ക് പടം, പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇങ്ങനെയുള്ള ഈ മ്യൂസിക്, ഡാക്കു മഹാരാജ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഒന്ന് കണ്ടു നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.